ഇൻസ്റ്റാഗ്രാമിൽ ഞാൻ കണ്ടത് ഫസ്റ്റ് പിൻ ചെയ്തിരിക്കുന്ന ഫോട്ടോ മധുസാറുമായിട്ടുള്ളത്. അപ്പോ അത് വന്നിട്ട് എന്റെ ഗ്രാൻഡ് ഫാദറിന്റെ ബെസ്റ്റ് ഫ്രണ്ട് ആണ്. ഞാൻ പഠിച്ചതൊക്കെ സരസ്വതിയിലാണ്. സരസ്വതി വിദ്യാലയം മധുസാറിന്റെ സ്കൂളായിരുന്നു ആ ടൈമില്. അപ്പം പഠിച്ചതും എല്ലാം അവിടെ ആയിരുന്നുണ്ട്. പുള്ളി പണ്ട് ഞങ്ങളുടെ വീട്ടിലൊക്കെ വരാറുണ്ട്. എൻ്റെ അമ്മൂമ്മ വയ്ക്കുന്ന ഫുഡൊക്കെ ഭയങ്കര ഇഷ്ടമാണ്. ഞാൻ ഈ ഇടയ്ക്ക് പോയി കണ്ടപ്പോഴും ഞാൻ ഇതുപോലെ പറഞ്ഞു, ഞാൻ രാധാകൃഷ്ണന്റെ ചെറുമോളാണ് എന്ന് പറഞ്ഞപ്പോൾ ഇത്രയും പ്രായമായിട്ടും ആ മനുഷ്യൻ അത് കറക്റ്റ് ഓർത്തിരിക്കുന്നു. പുള്ളി ഇങ്ങോട്ട് പറയുകയാണ്, ഞാൻ നിന്റെ വീട്ടിൽ വന്ന് മരിച്ചിട്ടൊക്കെ കഴിച്ചൊരു ഓർമ്മയൊക്കെ എനിക്കുണ്ട്, ഫുഡൊക്കെ എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് എന്നൊക്കെ പറഞ്ഞൊരു അപ്പം ഞാൻ അതിലങ്ങ് അതിശയിച്ചു പോയി. കാരണം ഞാൻ എൻ്റെ ഫാമിലി വെച്ചിട്ട് മാർക്കറ്റ് ചെയ്ത് ഇത് ചെയ്യുന്ന ഒരാളല്ല. പലവർക്കും അറിയാം ഇൻഡസ്ട്രിയിലുള്ള. അപ്പം അവിടെ വെച്ച് അവർ പറയുമ്പോൾ പോലും സുകുമാരിയുടെ കൊച്ചുമോളാണ് അല്ലെങ്കിൽ അംബികയുടെ കൊച്ചുമോളാണ് എന്ന് പറയുമ്പോൾ ഞാൻ പറയും, മിണ്ടാതിരിച്ചേട്ടാ, ഇങ്ങനെ പറയല്ലേ, നീ ഉള്ള കാര്യമില്ല, നാട്ടുകാർ അറിയട്ടെ. ഞാൻ പറയും അതിൻ്റെ പേരിൽ എനിക്ക് എടുക്കേണ്ട ആവശ്യമില്ല. ഞാനായിട്ടൊരു ഇത് ആർക്കും അറിയില്ല അങ്ങനെ ഒരു കാര്യമുണ്ടെന്ന്. പലർക്കും അറിയില്ല. ഞങ്ങളത് പുറത്ത് വിട്ടിട്ടില്ല. ഞാനൊരു ഫോട്ടോയോ ഒന്നും ഇട്ടിട്ടില്ല. ഇപ്പോ ജിഷൻ ചേട്ടനുമായിട്ടാണ് ചെയ്യുന്നത് മണിമുത്തില്. യെസ്. കല്യാണം കഴിച്ചോ? ആരി കല്യാണം കഴിഞ്ഞോ മണിമുത്തില്? പൊളിഞ്ഞടേ പറയാതിരിക്കേ. ആൾക്കാരുടെ കണ്ണു കടിയത് അതുകൊണ്ടാണ് പൊളിഞ്ഞത്. ഇത്രയും ഫ്രണ്ട്ലി ആയിട്ട് അല്ലെങ്കിൽ ഇത്രയും കോമഡി ആയിട്ടുള്ള ഒരാള് ജിഷിൻ ചേട്ടൻ വർക്ക് ചെയ്യുമ്പോ എൻ്റെ അമ്മേ ഒരു രക്ഷയില്ല. ഒറ്റ ടേക്കിൽ എല്ലാം ക്ലിയർ ചെയ്യുന്ന ഒരു ആർട്ടിസ്റ്റ് ആണ്. എൻ്റെ രണ്ടാമത്തെ വർക്കാണ് ജിഷിൻ ചേട്ടൻ്റെ കൂടെ. എനിക്ക് ഭയങ്കര കംഫർട്ട് ആയിട്ടുള്ള ഒരു ആക്ടറാണ്. നമ്മൾ ബിഹൈൻഡ് ദ സീൻ ആയാലും ഇൻ ദ സീൻ ആയാലും ചേട്ടൻ നമ്മളെ ചിരിപ്പിച്ച് അങ്ങ് അത്രയും ചീറപ്പാക്കി നിർത്തും. എനിക്ക് തോന്നുന്നു പുള്ളിക്കും എന്നെ പോലെ എന്തെങ്കിലുമൊക്കെ വിഷമമുള്ള ക്യാരക്ടർ ആയതുകൊണ്ടായിരിക്കാം പുള്ളി അങ്ങനെ നിൽക്കുന്നതെന്ന് ഞാൻ പ്രതീക്ഷിക്കുന്നു. എനിക്ക് ഏറ്റവും കംഫർട്ട് ആയിട്ടുള്ളൊരു ആളാണ്. മേ ബി അങ്ങനെയൊക്കെ ആയിരിക്കുന്നത് കൊണ്ടായിരിക്കും. പലവർക്കും പല ജീവിത സാഹചര്യമല്ല. ചിലപ്പം ഒരുപാട് വിഷമമുള്ളവരാണ് എപ്പോഴും ചിരിച്ച് കളിച്ച് നടക്കുക എന്ന് നമ്മളെല്ലാവരും പറഞ്ഞു കേട്ടിട്ടുണ്ട്. അപ്പം അതുപോലെ ഒരുപാട് വിഷമമുള്ള ഒരാളായിരിക്കാം ജോക്കർ എന്ന് പറയുന്ന വ്യക്തി. 24 മണിക്കൂറും ചിരിച്ചുകൊണ്ട് കിടക്കുന്ന അയാൾ കരയുന്നതും ചിരിക്കുന്നതും ഒരുപോലെയാണ്. അപ്പം അതുപോലെ ആയിരിക്കാം.